രണ്ട് ദേശങ്ങൾ തമ്മിൽ മത്സരിച്ച് ഒരു ഉത്സവം നടത്തുന്നു. എതിരാളിയെ തോൽപ്പിക്കാനല്ല ഇരുവരും മത്സരിക്കുന്നത്, മറിച്ച് ഒരു ഉത്സവം ഗംഭീരമാക്കാനാണ്. ഈ ഉത്സവം കാണാൻ എത്തുന്നവർക്ക് മറക്കാനാവാത്ത ഓർമ്മകൾ സമ്മാനിക്കാനാണ് ഇവർ മത്സരിച്ച് നടത്തുന്നത്. നെന്മാറ വല്ലങ്ങി വേലയുടെ വിശേഷങ്ങളും കാഴ്ചകളുമായ ഈ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നെന്മാറ വല്ലങ്ങി ഈ രണ്ടു ദേശങ്ങൾക്കും അവരുടേതായ പ്രത്യേകതകളുണ്ട്. ആദ്യം നമ്മൾ പോകുന്നത് വല്ലങ്ങിയിലോട്ടാണ്. നെന്മാറയുടെ ഹൃദയത്തുടിപ്പ് എന്ന് പറയാം വല്ലങ്ങിയെ. വല്ലങ്ങിയിലാണ് ഒരുപാട് വർക്ക്ഷോപ്പുകളും വ്യാപാര സ്ഥാപനങ്ങളും എല്ലാം ഉള്ളത്. നെന്മാറയിലുള്ള നെല്ലിയാമ്പതിയെ ഫേമസ് ആക്കിയത് നെല്ലിയാമ്പതിയിലെ ഓഫ് റോഡിങ് ജീപ്പ് റൈഡുകളാണ്. ആ ജീപ്പുകളെല്ലാം ഇവിടെ വന്നിട്ടാണ് മെയിൻ്റെനൻസ് വർക്കുകളെല്ലാം ചെയ്യുന്നത്. വേലയ്ക്ക് തുടക്കം കുറിക്കുന്ന കൂറിയിടൽ ചടങ്ങ് നടത്തുന്ന മന്നത്ത് ഭഗവതി ക്ഷേത്രവും തൊട്ടടുത്തുള്ള കുളവും ഈ അടുത്തായി പണി കഴിപ്പിച്ച പാർക്കും അതിനോട് ചേർന്ന് വേലയെ അനുസ്മരിപ്പിക്കുന്ന ശില്പങ്ങളും അടങ്ങിയ ഒരു പാർക്ക്, അത് ഇവിടുത്തെ ഒരു പുതിയൊരു ആകർഷണം തന്നെയാണ്. തൊട്ടുപുറകിലായി വല്ലങ്ങി സ്കൂള് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നെന്മാറയിലെ നെല്ലിക്കുളങ്ങര ഭഗവതിയുടെ മൂലസ്ഥാനം സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ആ ക്ഷേത്രം. നെന്മാറയിലെ ആദ്യത്തെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളായിരുന്നു സെൻറ്റ് റീതാസ് കോൺവെൻറ്റ്. ശ്രീകൃഷ്ണപുരം ഗ്രാമത്തിലാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. പ്രഗത്ഭരായ പലരും പഠിച്ചിറങ്ങിയ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി, ബോയ്സ് ഹൈസ്കൂളും ഗേൾസ് ഹൈസ്കൂളും. ഇതാണ് നെന്മാറ ബസ് സ്റ്റാൻഡ്. ഇതിന് തൊട്ടു പുറകിലായിട്ടാണ് നമ്മൾക്ക് പോകാനുള്ള നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രം ഉള്ളത്. അപ്പോൾ അവിടേക്ക് പോകാം. കോവിഡ് പ്രതിസന്ധി കാരണം കഴിഞ്ഞ കൊല്ലം മാറ്റിവെച്ച നെന്മാറ വല്ലങ്ങി വേല ഇത്തവണ ഏപ്രിൽ 3 നടത്താനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആ ബസ് നിൽക്കുന്ന ഭാഗത്താണ് നെന്മാറ ദേശത്തിൻ്റെ വേലപ്പന്തൽ ഉയർത്തുന്നത്. നെല്ലിയാമ്പതിയിലെ നെല്ലിമലയിൽ നിന്ന് ഭഗവതി ഒരു നാൾ ഇറങ്ങി വരികയും ഈ കുളത്തിൽ വന്ന് കുളിക്കുകയും ചെയ്തു. ഭഗവതിയുടെ ഓലക്കുട വെച്ച ഭാഗത്ത് ഉണ്ടായ ചൈതന്യം കണ്ട് ഇവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്തു എന്നാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. ഇന്ന് ഈ കുളം നീന്തൽ പരിശീലനത്തിനായി വിട്ടുകൊടുത്തിരിക്കുകയാണ്. കുറച്ചു ദൂരെയായിട്ട് ആദനാട് കുന്ന് കാണാം. നെന്മാറ വല്ലങ്ങി വേല ദിവസം വെടിക്കെട്ട് കാണാനായി ഒട്ടനവധി പേര് ആ മല കയറാറുണ്ട്. അവിടെ ഇരുന്ന് വെടിക്കെട്ട് കാണുന്നത് ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. മാർച്ച് 15 കൂറിയിടൽ ചടങ്ങിന് ശേഷം ക്ഷേത്രത്തിൽ കളമ്പാട്ട് തുടങ്ങും. ധാരികാവധം കളമ്പാട്ടാണ് ഇവിടെ ഉള്ളത്. യുദ്ധത്തിൽ ഭഗവതി ധാരികനെ വധിക്കുകയും ആ വിജയാഹ്ലാദമാണ് നെന്മാറ വല്ലങ്ങി വേലയെ നടത്തി വരുന്നത് എന്നൊരു ഐതിഹ്യം കൂടിയുണ്ട്. പിന്നെ മീനമാസത്തിലെ കൊയ്ത്തിന് ശേഷമുള്ള കാർഷിക ഉത്സവമായും പുതിയ വർഷത്തെ വരവേൽക്കാനുമായിട്ടാണ് നെന്മാറ വല്ലങ്ങി വേല ആഘോഷിക്കുന്നത്. വെടിക്കെട്ടിൽ പേര് കേട്ട നെന്മാറ വല്ലങ്ങി വേല കാണാൻ ഇത്തവണ എത്തുന്നവർ ഒരിക്കലും നിരാശപ്പെടില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കിപ്പോൾ വെളിപ്പെടുത്താൻ പറ്റത്തില്ല. നിങ്ങൾ നേരിട്ട് വന്ന് ഈ വേലയൊന്ന് ആസ്വദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വേലയുടെ ഒരു ഫയൽ വീഡിയോ നമുക്ക് കണ്ടു നോക്കാം.
അങ്ങനെ നെന്മാറയിലെ കാഴ്ചകളെല്ലാം ഞാൻ കണ്ടു നടക്കുമ്പോഴാണ് 2 സംരംഭകരെ ഞാൻ പരിചയപ്പെട്ടത്. ഈ ചെറുപ്രായത്തിൽ തന്നെ പഠനത്തോടൊപ്പം ഒരു ചെറിയ വരുമാനം എന്ന നിലയ്ക്ക് ഇവർ ഈ ബിസിനസ് നടത്തി വരുമെന്ന് കണ്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മോട്ടിവേഷനായിപ്പോയി. അപ്പോൾ ഇവിടെ ഒരു കൂട്ടുകാരനുണ്ട്. നിൻ്റെ പേരെങ്ങനെയാണ്? ഹാഷിം. എൻ്റെ ചേട്ടൻ എങ്ങനെയാണ് പേര്? ഹാഫിസ്. ഓക്കെ. അപ്പോൾ ഇതിനൊക്കെ എങ്ങനെയാണ് റേറ്റ് വരുന്നത്? 100-120. ഓക്കെ. ഇതെല്ലാത്തിനും 100-120. ഇതുകൂടാതെ ഇവരുടെ ഒരു കോണ്ടാക്ട് നമ്പറും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ വിളിച്ചു പറഞ്ഞാൽ അയച്ചു കൊടുക്കില്ലേ? കൊറിയർ അയച്ചു കൊടുക്കും. അപ്പം നല്ലൊരു കാര്യം തന്നെയാണ് നമ്മുടെ ചെറിയ കൂട്ടുകാർ ഈ പ്രായത്തിൽ ഇങ്ങനെയൊരു സംരംഭമൊക്കെ തുടങ്ങിയത്. അപ്പോൾ ഇവരിനെ പ്രോത്സാഹിപ്പിക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഹാഷിമും ഹാഫിസും അവരോട് യാത്ര പറഞ്ഞ് നമ്മളൊരു മീൻ എടുക്കണം എന്നുണ്ടായിരുന്നു. ഇപ്പോൾ അതിനുള്ള സ്പേസ് ഇല്ലാത്ത കാരണം നമ്മൾ വിട്ടിരിക്കുകയാണ്. എന്തായാലും കൊള്ളാം, അടിപൊളി. നെന്മാറ വല്ലങ്ങി വേല നമ്മളുടെ ചാനലിലൂടെ ലൈവ് ഇടണമെന്ന് എനിക്കൊരാഗ്രഹമുണ്ട്. പക്ഷേ അതിന് ഇനി 800 സബ്സ്ക്രൈബറിൻ്റെ ഒരു കുറവുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായും ഇത് ചെയ്യാൻ പറ്റും. നെന്മാറക്കാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും. സീ യു ദെൻ.